നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരുമൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് അതിന്റെ ആലസ്യത്തിലൊക്കെ ആയിരിക്കും എല്ലാ പ്രേക്ഷകരും അല്ലേ. ഒരു മാസത്തോളം നിന്ന വലിയ പ്രചരണമായിരുന്നു നമ്മൾ കണ്ടത്. വീറും വാശിയുമേറിയ പ്രചരണം. അതിന്റെ ഒടുവിൽ ഫലം വന്ന് ഒരു ദിവസം അതിന്റെ വിശകലനങ്ങളും ഒക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ നേരം വൈകുന്നേരത്തിൽ വീണ്ടും കാണുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ബാക്കി ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടി മുന്നണികളിൽ എങ്ങനെ നടക്കുന്നു എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ നമുക്ക് നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നത്. അതിൽ 6 പ്രതികൾ നേരിട്ട് ഇടപെട്ട 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത്. ഗൂഢാലോചന തെളിയിക്കാനാകാതെ 8ാം പ്രതി കുറ്റവിമുക്തനാക്കപ്പെടുന്നത് കണ്ടത്. എന്തൊക്കെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവിടെ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ നടന്നത് എന്നത് നമ്മൾ വിധിപ്പകർപ്പ് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ നിർണായകമായ ചില കണ്ടെത്തലുകൾ, അതിജീവിത കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ മൊഴി അവിശ്വസിക്കുകയാണ് കോടതി. ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന കാര്യം വിശ്വസിക്കാനാകുന്നില്ലെന്നും ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഈ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടുവെന്നും നിരസിച്ചതിനെ തുടർന്ന് ഭീഷണിയുണ്ടായെന്നുമായിരുന്നു നടിയുടെ മൊഴി. കേസിൽ ദിലീപിനെയും പൾസർ സുനിയെയും ബന്ധിപ്പിക്കുന്ന 7 ഗൂഢാലോചനാ വാദങ്ങളാണ് വിചാരണ കോടതി തെളിവില്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞത്. നടിയെ ആക്രമിച്ച ദിവസം പൾസർ സുനിയെ നിരന്തരം വിളിച്ച ശ്രീലക്ഷ്മി എന്ന സ്ത്രീയിലേക്കും അന്വേഷണം പോയില്ലെന്നും എന്തുകൊണ്ട് മൊഴിയെടുത്തില്ലെന്നും വിധി പകർപ്പിൽ കോടതി ചോദിക്കുന്നത് നമുക്ക് കാണാം. നടിയെ ആക്രമിച്ച കേസിൽ അതിവേഗ അപ്പീൽ നീക്കവുമായി ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാർ നീങ്ങുകയാണ്. വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനായുള്ള നടപടിക്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള വിവരങ്ങൾ. അത് ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. വിധി പകർപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ആരെയാണ് കോടതി കേട്ടതെന്ന ഞെട്ടൽ മാത്രമാണ് നമുക്ക് ബാക്കിയാകുന്നത്. കാവ്യ മാധവനുമായി അക്കാലത്തുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് പറഞ്ഞതിലുള്ള കടുത്ത വിരോധത്തെ തുടർന്നാണ് ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. എന്നാൽ ആക്രമിക്കപ്പെട്ട നടിയോട് നടൻ ദിലീപിന് തീർത്താൽ തീരാത്ത ശത്രുതയുണ്ടായിരുന്നു എന്ന പ്രോസിക്യൂഷൻ വാദത്തിന് തെളിവില്ല എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. അതിജീവിതയുടെ അവസരങ്ങൾ ദിലീപ് ഇടപെട്ട് ഇല്ലാതാക്കി എന്നത് തെളിയിക്കാനായില്ല എന്ന് കോടതി പറയുന്നു. യൂറോപ്യൻ യാത്രക്കിടെ ദിലീപുമായി സംസാരിച്ചിരുന്നില്ലെന്ന നടിയുടെ മൊഴിയും വിശ്വസനീയമല്ല എന്നതാണ് കോടതി പറയുന്നത്. നടിയുമായി ദിലീപിന് അത്ര അടുപ്പമുണ്ടായിരുന്നില്ല എന്നത് കോടതി അംഗീകരിക്കുന്നുണ്ട്. എങ്കിലും ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ മാത്രമുള്ള ശത്രുതയ്ക്ക് തെളിവില്ല എന്ന് വിധിന്യായത്തിൽ പറയുന്നു. വൈരാഗ്യത്തെ തുടർന്ന് നടിയുടെ സിനിമാ അവസരങ്ങൾ ദിലീപ് നിഷേധിച്ചെന്ന പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു. നടിയും അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ ആരോപണവും ശരിയല്ല എന്നതാണ് കോടതി പറയുന്നത്. വർഷം 2ഓ 3ഓ സിനിമകളിൽ അഭിനയിച്ചിരുന്നതായി നടി തന്നെ പറയുന്നുണ്ട്. അവസരം നിഷേധിച്ചതിന്റെ തെളിവുകളോ സാക്ഷികളെയോ കോടതി മുറിയിൽ കൃത്യമായി സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ കൊട്ടേഷൻ നൽകി ബലാത്സംഗം ചെയ്യേണ്ടുന്ന യാതൊരു സാഹചര്യവുമില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഭീഷണിപ്പെടുത്തിയതിന് തെളിവില്ല എന്നും കോടതി പറയുന്നു. 2012 യൂറോപ്യൻ സ്റ്റേജ് ഷോയ്ക്കിടെ ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. നിരവധി പേർ ഒപ്പമുണ്ടായിരുന്നിട്ടും സംഭവത്തിൽ സാക്ഷികൾ ആരുമില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഈ വാദം തള്ളാനുള്ള കാരണമായി. നടൻ ഭീഷണിപ്പെടുത്തിയ കാര്യം നടി ആരോടും പറഞ്ഞിട്ടുമില്ല. ഈ സംഭവത്തിന് ശേഷം ദിലീപിനൊപ്പം സന്തോഷത്തോടെ യൂറോപ്യൻ യാത്ര തുടർന്നു എന്നതാണ് വ്യക്തമാകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അസ്വാഭാവികമായി എന്തെങ്കിലും അവിടെ സംഭവിച്ചെന്ന് കരുതാനാകില്ല എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. ഗൂഢാലോചനയാണ് ദിലീപിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. എന്നാൽ ആ ഗൂഢാലോചനയ്ക്കും തെളിവില്ല എന്ന് സ്ഥാപിക്കാനും കോടതി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ
കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെയെന്ന് നമ്മൾ പരിശോധിച്ചാൽ ദിലീപും പൾസർ സുനിയും തൃശൂരിലെ ഹോട്ടൽ പാർക്കിങ്ങിൽ ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാനായില്ല എന്നതാണ് കോടതി പറയുന്നത്. ഇത് തെളിയിക്കാൻ ഒരു കഷ്ണം പേപ്പർ പോലും അന്വേഷണ സംഘം ഹാജരാക്കിയില്ല എന്നത് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. കാറിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ പാർക്കിങ്ങിലെ വാഹന രജിസ്ട്രിയും CCTV ദൃശ്യങ്ങളും മൊഴികൾ ഉൾപ്പെടെ ഒന്നുമില്ല ഇത് തെളിയിക്കാനെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് കോടതി. ഹോട്ടൽ പാർക്കിങ്ങിലെ ഗൂഢാലോചനയാണ് കേസിൽ പ്രധാന തെളിവായി അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ എത്തിച്ചിരുന്നത്. എന്നാൽ ഗൂഢാലോചന നടത്തിയതിന് പിന്നാലെ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ വന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. അത് 2015 അപ്പോൾ ഈ പണം എന്ന് പറയുന്നത് ഈ കൊട്ടേഷന്റെ ഭാഗമായിട്ടുള്ള തുകയാണ് എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. പ്രോസിക്യൂഷൻ അക്കാര്യമാണ് കോടതിക്ക് മുന്നിൽ എത്തിച്ചിരുന്നത്. എന്നാൽ ഇത് ദിലീപ് നൽകിയ കൊട്ടേഷൻ തുക എന്ന പ്രോസിക്യൂഷന്റെ ഈ കണ്ടെത്തൽ കോടതി തള്ളിക്കളയുകയാണ്. അതിനുവേണ്ടി കെട്ടിച്ചമച്ച കഥയാണ് ഈ പാർക്കിങ്ങിലെ ഗൂഢാലോചന എന്നതാണ് കോടതി വിലയിരുത്തുന്നത്. അപ്പോൾ ഈ പണം കൈമാറിയത് കൊട്ടേഷൻ തുകയാണ് എന്ന് വരുത്താൻ വേണ്ടി ഈ പാർക്കിങ്ങിൽ ഗൂഢാലോചന നടത്തി എന്നത് കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു മാഡത്തിന്റെ കാര്യം പൾസർ സുനി പറഞ്ഞത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അതാരാണ് എന്ന് അന്വേഷിച്ചില്ല എന്നത് വലിയ വിമർശനമായി കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണ സംഘത്തിന് ആ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചു. അതിലേക്കല്ല അവരുടെ ശ്രദ്ധ പോയത്, അവർ മറ്റു കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായി വന്നതാണ്. അതിനിടയിൽ ഉയർന്നു കേട്ട മറ്റൊരു പേരാണ് ശ്രീലക്ഷ്മി. അപ്പോൾ ആരാണ് ശ്രീലക്ഷ്മി? നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ടു മുൻപ് പോലും പൾസർ സുനിയുമായി സംസാരിച്ച വ്യക്തിയാണ് ശ്രീലക്ഷ്മി. ഈ ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെക്കുറിച്ച് പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല എന്ന് വിധിന്യായത്തിൽ കോടതി വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീക്ക് ഈ കൃത്യത്തെപ്പറ്റി അറിയാമായിരുന്നോ എന്നതിന് പോലും പ്രോസിക്യൂഷന് കൃത്യമായ വിശദീകരണമില്ലെന്ന് കോടതി അഭിപ്രായപ്പെടുന്നു. ഈ സ്ത്രീയെ എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല എന്ന് കോടതി ചോദിക്കുന്നു. ശ്രീലക്ഷ്മി എന്ന സ്ത്രീ സംഭവ ദിവസം സുനിയുമായി എന്തിന് നിരന്തരം ബന്ധപ്പെട്ടു എന്ന സംശയമാണ് കോടതി ഉന്നയിക്കുന്നത്. ഇരുവരും തമ്മിലെ ആശയവിനിമയം എന്തിനെക്കുറിച്ചായിരുന്നുവെന്നും കോടതി ചോദിച്ചു. ഗൂഢാലോചന കേസിൽ നിർണായകമാകേണ്ടിയിരുന്ന തെളിവ് ഹാജരാക്കിയില്ല. പൾസർ സുനി പറഞ്ഞ മാഡം ആര് എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. സ്ത്രീ നൽകിയ കൊട്ടേഷനാണെന്നാണ് ആക്രമിക്കുന്നതിനിടെ പൾസർ സുനി നടിയോട് പറഞ്ഞത്. അങ്ങനെ ഒരു സ്ത്രീയുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിൽ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നിടത്താണ് ശ്രീലക്ഷ്മി ആര് എന്നൊരു സംശയം ഉണ്ടാക്കുന്നത്. അതിൽ കോടതി ഊന്നൽ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കോടതിയുടെ ഈ വിമർശനങ്ങളിൽ അന്വേഷണ സംഘത്തിന് വീഴ്ചയില്ല എന്ന് സൂചിപ്പിക്കുകയാണ് പൾസർ സുനിയുടെ സുഹൃത്തായിരുന്ന ശ്രീലക്ഷ്മിയുടെ ഭർത്താവ്. ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അക്കാലത്ത് തന്നെ ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയിരുന്നുവെന്നും പലതവണ വിളിപ്പിച്ചിരുന്നു എന്നുമാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീലക്ഷ്മിയെ ചുരുങ്ങിയത് 3-4 തവണ പോലീസ് വിളിപ്പിച്ചിരുന്നു എന്ന് ഭർത്താവ് പറയുന്നുണ്ട്. തുടർന്ന് വിശദമായ മൊഴിയെടുത്തിരുന്നു. ശ്രീലക്ഷ്മിയുടെ ഫോണും അന്ന് പോലീസിന് കൈമാറിയിരുന്നു. പിന്നീട് ഇതുവരെ ആ ഫോൺ തിരിച്ചു കിട്ടിയിട്ടില്ല, തങ്ങൾ ചോദിച്ചിട്ടുമില്ല എന്നതാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പൾസർ സുനിയും ശ്രീലക്ഷ്മിയും തമ്മിൽ എന്ത് ബന്ധം എന്ന സംശയം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്ന കാര്യം, പൾസർ സുനി ആദ്യം ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു. ആ ബസ് ഡ്രൈവറായി പൾസർ സുനി ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ശ്രീലക്ഷ്മിയുമായി സൗഹൃദമുണ്ടായിരുന്നു. ഈ കുറ്റകൃത്യം നടന്ന ദിവസം ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് എന്നും പ്രാർത്ഥിക്കണമെന്നും പൾസർ സുനി ഈ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു, സുഹൃത്തായ ശ്രീലക്ഷ്മിയോട് പറഞ്ഞിരുന്നു. ശ്രീലക്ഷ്മിയെ ഫോണിൽ വിളിച്ചാണ് പൾസർ സുനി ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടായി. ആ രാത്രിയിൽ സുനിയെ പലതവണ ശ്രീലക്ഷ്മി വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് എന്നതാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് 2 വ്യക്തികൾ തമ്മിലുള്ള
സൗഹൃദവുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ വിളികളാണ്, മെസ്സേജിംഗ് ആണ് അതിൽ നടന്നിട്ടുള്ളത്. അത് അന്വേഷണ സംഘം അന്ന് പരിശോധിക്കുകയും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതാണ് എന്നതാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പൾസർ സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് എന്തിനാണ് എന്ന് പരിശോധിച്ച അന്വേഷണ സംഘത്തിന് ആ അന്വേഷണത്തിൽ തന്നെ ഇതിൽ മറ്റൊരു വസ്തുതയുമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം ഈ വിവരം കോടതിയെ ധരിപ്പിക്കാതിരുന്നത് എന്നതാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇന്ന് മാധ്യമങ്ങളോടായി പറഞ്ഞത്. അപ്പോൾ കോടതി ഒരു സാഹചര്യവും വിടാതെയുള്ള ചോദ്യം ചെയ്യൽ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇന്ന് മനസ്സിലാക്കിയ ഈ 3-4 സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഏതാണ്ട് 1711 പേജുള്ള വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നടു റോഡിൽ ബലാത്സംഗത്തിനിരയായ യുവതി നിശിതമായി വിചാരണ ചെയ്യപ്പെടുകയും സംശയനിഴലിലാകുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ആരോപണ വിധേയനായ വ്യക്തിയും അഭിഭാഷകരും നിരത്തിയ വാദങ്ങളെ വിശ്വാസത്തോടെ മുഖവിലക്കെടുക്കുകയും കോടതി ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങളാണ് ഇപ്പോൾ മറനീക്കി പുറത്തുവരുന്നത്. കോടതിയിൽ അതിജീവിതയ്ക്ക് വിശ്വാസമില്ലാതായത് എങ്ങനെയെന്ന് വിധിപ്പകർപ്പിലെ ഈ വായനയിൽ നമുക്ക് മനസ്സിലാകും. നീതി എല്ലാവർക്കും ഒരുപോലെ അല്ലെന്ന നിരീക്ഷണം അനുഭവങ്ങളിലൂടെ പരുവപ്പെട്ട ധാരണയാണെന്ന് നമുക്ക് വ്യക്തമാകും. വിചാരണ കോടതിയിൽ അടിസ്ഥാന അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടില്ലെന്നാണ് അതിജീവിത പറയുന്നത്. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപർ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ നിയമ പോരാട്ടം തുടരാൻ തയ്യാറെടുക്കുകയാണ് അവൾ. അവൾക്ക് നീതി കിട്ടിയേ മതിയാകും. അവളുടെ പോരാട്ടത്തിനൊപ്പം തുടർന്നും അണിചേരാം. ഇനി നമുക്ക് ഫോക്കസ് നമ്പർ 2 കടക്കാം. എന്താണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമ്മൾ കണ്ടത്? പ്രതികൾക്ക് അനുകൂലവും അതിജീവിതമാർക്ക് ഭയപ്പെടുത്തുന്ന ഇടവുമായി നമ്മുടെ കോടതികൾ മാറുന്നുവോ? ദിലീപ് കേസിലെ അതിജീവിതയുടെ തുറന്നു പറച്ചിലുകൾ ഈ സംശയം ജനിപ്പിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക പീഡന കേസിൽ പ്രതിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കോടതിയിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ആവർത്തിച്ച്. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ അറസ്റ്റിനുള്ള വിലക്ക് കോടതി നീട്ടിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനും ഒടുവിൽ ഇന്ന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ 2 കേസുകളിലും രണ്ടുപേരുടെയും കേസുകളിൽ സംഭവിച്ചത് എന്നതാണ് നമ്മൾ ഈ ഫോക്കസ് 2 നോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിൽ വ്യാഴാഴ്ച വരെയാണ് വിലക്ക് നീട്ടിയിരിക്കുന്നത്. കേസിൽ മുൻകൂർ ജാമ്യം തേടിയുള്ള രാഹുലിന്റെ ഹർജി അന്ന് പരിഗണിക്കാനും ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. കേസിൽ വിശദമായി വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതി രാഹുലിന്റെ അറസ്റ്റ് താൽക്കാലികമായി വിലക്കിയത്. തുടർന്ന് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ കേസ് വ്യാഴാഴ്ച വാദത്തിനെടുക്കും എന്ന് തീരുമാനിക്കുകയായിരുന്നു. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നും ഈ ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണ് എന്നുമാണ് രാഹുലിന്റെ അഭിഭാഷകർ വാദിച്ചത്. ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല, ഗർഭഛിദ്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ ഈ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകാൻ അവസരം നൽകിയാൽ കുറ്റകൃത്യത്തിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണ് എന്നും രാഹുൽ ഈ ഹർജിയിൽ പറയുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ട കോടതി ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് പ്രതിഭാഗത്തിന് പറയാനുള്ളത് കേൾക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രാഹുലിനെതിരെയുള്ള ആരോപണത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത സെഷൻസ് കോടതി അന്വേഷണത്തെ ബാധിക്കുന്നു എന്ന് വിലയിരുത്തിയായിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഹർജി തള്ളിയത്. എന്നാൽ കോടതി ഇപ്പോൾ പ്രതിയെ മേൽക്കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രതിയെ കേൾക്കാം എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി രണ്ടാം കേസിലും
രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാണ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം അനുവദിച്ച തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിക്കെതിരായി സർക്കാർ അപ്പീൽ പോയിരുന്നു. ഈ അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ഈ കേസ് വീണ്ടും പരിഗണിക്കുക എന്നതാണ് അറിയുന്നത്. അപ്പോൾ ഒരു അടിയന്തര പ്രാധാന്യമില്ല എന്ന് കണ്ട് കേസ് മാറ്റിവെക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ക്രിസ്മസ് ആഘോഷമൊക്കെ ഗംഭീരമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വിധിക്കെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ ഡിസംബർ 10-നാണ് ജില്ലാ സെഷൻസ് കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിച്ചത്. ഇങ്ങനെ 2 കേസിലും മുൻകൂർ ജാമ്യം അനുവദിച്ചതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 15ാമത്തെ ദിവസം പാലക്കാട് പൊങ്ങിയത്. ആ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ക്രിസ്മസ് കഴിയുന്നതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രനായി തന്നെ ഇതുപോലെ നിൽക്കാം, ചായ കുടിക്കാം, സ്കൂട്ടറിൽ യാത്ര ചെയ്യാം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മൾ കണ്ടത് വലിയ സുരക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് മുന്നിലുണ്ട്. അവിടെ നിന്ന് സ്കൂട്ടറിൽ പുറത്തേക്ക് ഇറങ്ങിയുള്ള പ്രകടനങ്ങളായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റുള്ളവരുമായി സൗഹൃദം പുതുക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ഹെൽമറ്റ് MLAക്ക് ബാധകമല്ലായിരിക്കാം, അല്ലെങ്കിൽ ലൈംഗിക ആരോപണ നേരിടുന്ന വ്യക്തികൾക്ക് ഹെൽമറ്റ് ബാധകമല്ലായിരിക്കും. ഹെൽമറ്റ് ഒന്നും വെക്കാതെയാണ് എന്തായാലും സ്കൂട്ടർ ഓടിച്ച് പോകുന്നത് നമ്മൾ കാണുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പോകാനുള്ള സാഹചര്യം, ഇങ്ങനെ സ്വതന്ത്രനായി ജീവിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ എന്തായാലും കോടതികൾ കൂടി ഒരുക്കി നൽകുകയാണ്. രണ്ടാമത്തെ കേസ് നമുക്കറിയാം, വളരെ ഗൗരവമുള്ള കേസായിരുന്നു. ബലാത്സംഗ ആരോപണമാണ് 23 വയസ്സുള്ള ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതി ഉയർത്തിയത്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നതാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. അത് അങ്ങേയറ്റം ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു സൂചിപ്പിച്ചത്. ദേഹമാസകലം പരിക്ക് പറ്റി. അതിനുശേഷം വീട്ടിൽ ഉപേക്ഷിച്ച് ഇവർ മുങ്ങുകയായിരുന്നു. പിന്നീട് യാതൊരു തലത്തിലും കോണ്ടാക്ട് ചെയ്തില്ല. പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടും ബലാത്സംഗം തുടർന്നുകൊണ്ടേയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ആ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീട് ആ കുട്ടി അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 1 മാസത്തിന് ശേഷം വീണ്ടും ലൈംഗിക ചേഷ്ടകൾ അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം കാണിച്ചുകൊണ്ട് രാഹുൽ വീണ്ടും സമൂഹ മാധ്യമത്തിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഗർഭിണിയാക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ആ പരാതിയിൽ പറഞ്ഞതാണ്. KPCC അധ്യക്ഷന് കിട്ടിയ ആ പരാതി പോലീസിന് കൈമാറിയപ്പോഴാണ് അതിൽ മറ്റ് നടപടികൾ ഉണ്ടാകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നത്. അപ്പോൾ ആ കേസിലാണ് ഇനി ക്രിസ്മസ് കഴിയുന്നതുവരെ ഈ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നത്. രാഹുൽ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണം എന്നതായിരുന്നു ഉപാധിയിൽ പറയുന്നത്. പക്ഷേ ഇന്ന് രാഹുൽ ഒപ്പിടാൻ പോയിട്ടില്ല. അതിന് തനിക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. ഈ ബംഗളൂരിൽ താമസിക്കുന്ന മലയാളി യുവതിയുടെ പരാതി, അതിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ ഉള്ളത്. ബലാത്സംഗം ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ആ പ്രതിക്ക് കൂടുതൽ സമയം ഇങ്ങനെ പുറത്തു നിൽക്കാനും മുൻകൂർ ജാമ്യം തേടാനും ഒക്കെ നമ്മുടെ നിയമവ്യവസ്ഥ അതിന് ഉതകുന്ന തരത്തിലാകുന്നു. അതിന്റെ ആനുകൂല്യം അയാൾ അനുഭവിക്കുന്നു എന്നതാണ് ഈ കേസിലും നമ്മൾ കാണുന്നത്. ഇതിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യം പരാതി നൽകുന്നതിലെ കാലതാമസവും യുവതിയുടെ പരാതിയിലും മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ്. എങ്ങനെയാണ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി കാലതാമസമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് എന്നത് നമുക്ക് മനസ്സിലാകുന്ന പോലുമില്ല. അതൊക്കെ പരിഗണിക്കേണ്ടുന്ന സാഹചര്യം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഉണ്ടോ എന്നത് മനസ്സിലാകുന്നില്ല. കാലതാമസം ഇത്തരം പരാതികളിൽ ഒരു തടസ്സമല്ല എന്നത് മേൽക്കോടതികൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ ആനുകൂല്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് നമ്മളുടെ അനുഭവം, നമുക്ക് മുന്നിലുള്ള അതിജീവിതമാരുടെ അനുഭവം. അപ്പോൾ ബലാത്സംഗമാണെന്ന് ആരോപിക്കാൻ മതിയായ തെളിവില്ലെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ആ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിരുന്നത്. ഇതിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും അതിൽ ഇനി ക്രിസ്മസിന് ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. ഇനി നമ്മൾ പോകുന്നത് രാഹുൽ ഈശ്വറിന്റെ ജാമ്യത്തിലേക്കാണ്. രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജയിലിലാണ്. ഒടുവിൽ ആ രാഹുൽ ഈശ്വറിനും ജാമ്യം കിട്ടിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്.
ഒടുവിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുന്നു. ഈ പ്രതികളിൽ, ഈ കുറ്റകൃത്യങ്ങളിൽ നേരിട്ടിടപെട്ടവരൊക്കെ കോടതിയിൽ നിന്ന് പുറത്ത് ജാമ്യം നേടി പുറത്തു നടക്കുമ്പോൾ രാഹുൽ ഈശ്വർ കോടതിക്കുള്ളിലായി പോയത്, കസ്റ്റഡിയിലായി പോയത് വലിയ കൗതുകമായി മാറിയിരുന്നു. എന്തായാലും ആ രാഹുൽ ഈശ്വറിനും ഇപ്പോൾ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുകയാണ്. കേസിൽ അറസ്റ്റിലായി 16 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് രാഹുലിന് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അറസ്റ്റിലായ രാഹുൽ ഈശ്വർ റിമാൻഡിലായിരുന്നു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി രാഹുൽ ഈശ്വറിന് ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന ഉപാധി സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റ് കേസുകളിലൊന്നും അകപ്പെടാൻ പാടില്ല തുടങ്ങിയവയാണ്. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കാത്തതിനാൽ 2 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 16 ദിവസമായി റിമാൻഡിലാണ് എന്നത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുമൊക്കെ രാഹുലിന്റെ അഭിഭാഷകനും വാദിച്ചു. ഇത്രയും ദിവസത്തിന് ശേഷം ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡി എന്നാണ് കോടതി ചോദിച്ചത്. തുടർന്നാണ് രാഹുൽ ഈശ്വറിന് അനുകൂലമായി കേസിൽ വിധി വന്നത്. ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ നടത്തിയ നാടകങ്ങൾ നിരവധിയാണ്. അതിജീവിതയെ, അത് നടി ആക്രമിക്കപ്പെട്ട കേസിലാകട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലാകട്ടെ, ഇനി പുരുഷന്മാർ ഈ തരത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഏതൊരു കേസുമാകട്ടെ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയോ ഇല്ലയോ, എന്തായാലും അതിജീവിതമാർക്കെതിരെ രംഗത്ത് വരിക രാഹുൽ ഈശ്വറിന്റെ പതിവ് സ്വഭാവമാണ്. അതിന്റെ എല്ലാ സീമകളും മറികടന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഈശ്വറിന്റെ ഇടപെടലുകൾ ഉണ്ടായത്. സമൂഹ മാധ്യമങ്ങളിലൂടെ, ചാനൽ ചർച്ചകളിലൂടെ വലിയ രീതിയിലുള്ള അധിക്ഷേപം അതിജീവിതമാർക്കെതിരെ ഉന്നയിക്കുകയും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇടപെടൽ നടത്തുകയും ചെയ്തതിനെ തുടർന്നാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്, കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായത്. അതിനുശേഷം കോടതിയെ പോലും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് കോടതിയെ പോലും ചൊടിപ്പിച്ചോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് രാഹുലിന് പിന്നീട് അകത്ത് കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ നിരാഹാരം കിടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള നാടകങ്ങൾ രാഹുൽ ഈശ്വർ കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്നത് കണ്ടതാണ്. എന്നാൽ അതിന്റെ എല്ലാം ഒടുവിൽ സ്വയം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയും എല്ലാം അനുസരിച്ചു കൊള്ളാം, പാലിച്ചു കൊള്ളാമെന്ന് കോടതിയോട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിതമാർക്ക് നീതി നിഷേധിക്കപ്പെടുകയും ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കോടതിയിൽ നിന്ന് എന്തായാലും അനുകൂല സമീപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അവർ സ്വതന്ത്രരായി വിഹരിക്കുമ്പോൾ അതിജീവിതമാർ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ ജീവപര്യന്തത്തിന് തുല്യമായ ശിക്ഷയോ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് കാണുന്നത്. നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ അതിജീവിതമാർക്കുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ അവർ പരാതികളുമായി രംഗത്ത് വരാത്ത സാഹചര്യമുണ്ടാകും. നമ്മൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്ന നിയമങ്ങൾ ഇങ്ങനെ പുസ്തകത്തിൽ ഉറങ്ങുന്ന സാഹചര്യം വരും. അപ്പോൾ അതിജീവിതമാർ അവർക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ പരാതിപ്പെടാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതിന് അവർക്കൊപ്പമാണ് നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ നിലയുറപ്പിക്കേണ്ടത്, നമ്മുടെ സമൂഹം നിലയുറപ്പിക്കേണ്ടത്. ഈ കേസിലും അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അവർക്കൊപ്പം തന്നെ തുടരാം. തെരഞ്ഞെടുപ്പിന്റെ ജയം ഒരു ഭാഗത്ത്, പരാജയം മറ്റൊരു ഭാഗത്ത്. ജയമായാലും പരാജയമായാലും ഇഴകീറി പരിശോധിക്കണം. മുന്നോട്ട് പോക്കിന് അത് വളരെ അനിവാര്യമാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പഠനം, ആ വിശകലനം, വിലയിരുത്തൽ നടക്കുകയാണ് LDFിലും UDFിലും NDAയിലും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. UDF വലിയ ജയം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ജയം പഠിക്കുന്നു. LDF തോൽവി എങ്ങനെ സംഭവിച്ചു എന്നത് പഠിക്കുകയാണ്. വലിയ തിരിച്ചടി എങ്ങനെ ഉണ്ടായി എന്നത് പഠിക്കുകയാണ്. ഇടതു പാർട്ടികളുടെ നേതൃയോഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ അത്തരം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും തിരിച്ചടിയായെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ്
പാർട്ടി നേതൃത്വങ്ങൾ എത്തിയിരിക്കുന്നത്. CPM CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് പ്രാഥമിക ചർച്ചകൾ നടന്നിരിക്കുന്നത്. ഇനി നാളെ ഇടതുമുന്നണി യോഗം ചേർന്നും ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ആഘാതം സൃഷ്ടിച്ചതായാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞത്. എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള നമുക്കറിയാം, അത് വലിയ ആഘാതം സൃഷ്ടിക്കാൻ പോകുന്നതായിരുന്നു. ആ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു സർക്കാർ, പാർട്ടി. 2 അറസ്റ്റുണ്ടായി. അതിൽ N വാസു ഒപ്പം തന്നെ പത്മകുമാർ, 2 പേരും പാർട്ടിയുമായി ഏറ്റവും അടുത്ത വ്യക്തികളാണ്. അവർക്കെതിരെ നടപടിയെടുക്കാതെ തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്, അല്ലെങ്കിൽ നടപടി വേണ്ട എന്ന തീരുമാനമെടുത്തത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും മറ്റും ഉയർത്തി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് സാധ്യമായിട്ടില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ശബരിമല വിഷയം വലിയ വിഷയമാണ്. അത് തിരിച്ചടിയായി എന്ന് പ്രാഥമികമായി CPM-ഉം CPI-യും ഒക്കെ വിലയിരുത്തുമ്പോൾ അത് തന്നെയാണ് തങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്ന ഒരു വിലയിരുത്തൽ UDF-നെ സംബന്ധിച്ചുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഊന്നി മുന്നോട്ട് പോകാൻ അവർ തയ്യാറെടുക്കുക കൂടിയാണ്. എന്തായാലും ഇതിപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു പ്രതികരണം വളരെ സ്പഷ്ടമായി ഉണ്ടായിരിക്കുന്നത്. അത് മുന്നണികൾക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മുന്നണികൾക്ക് അതിൽ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നതിന്റെ കൂടി സൂചനയാണ്. എന്തായാലും വലിയ ആഘാതം സ്വർണ്ണക്കൊള്ള സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ വാക്ക്. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വാഭാവികമായി അതിനകത്ത് ഇനിയും ഒന്നിലേക്ക് ചുരുങ്ങേണ്ടത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഈ ഭാഗത്ത്. ആ നേട്ടങ്ങൾ കുറച്ച് കണ്ട കാര്യമില്ല, നേട്ടങ്ങളുണ്ട്. ഒരു ഗവൺമെന്റ് ഇന്ത്യകൾ ചെയ്യാത്തത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെന്റാണ്. ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റി ചിന്തിക്കണം. തെരഞ്ഞെടുപ്പിൽ LDF-ന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല എന്ന് കൺവീനർ TP രാമകൃഷ്ണനും പറയുന്നുണ്ട്. LDF തിരുത്തലിന് വിധേയമാകും. നാളെ LDF യോഗം ചേരുന്നുണ്ട്. വോട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ കുറവില്ല എന്ന് പറയുന്നു. ഇത് വെച്ച് കേരളത്തിന്റെ ഭാവി എന്താകുമെന്ന് പറയാനാകില്ല എന്നുകൂടി TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് BJP കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി TP രാമകൃഷ്ണൻ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. അപ്പം ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. എന്നാൽ വോട്ടിന്റെ നില വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരുപോലെ തുടരുന്നില്ല. 2010 ഇതിനേക്കാൾ വലിയ തോൽവിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണമുണ്ടായി? അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാവുക. ജനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്ന സമീപനമാണ്. അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ എടുക്കുന്നത്. അപ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തുക എന്ന സമീപനം, ശരിക്കും അങ്ങനെയാണ് സമീപനം സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിച്ച് ആ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് പിന്നീട് വിജയം നേടാനും കഴിയുകയുള്ളൂ. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഈ കാര്യങ്ങളിൽ അത്ര ധാരണയില്ല ഇപ്പോഴും എന്നതാണ് മനസ്സിലാകുന്നത്. നേതൃയോഗത്തിന് ശേഷം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇടതുമുന്നണിക്ക് ഈ ഫലം ഒരു തിരിച്ചടി അല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അത് തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. തോൽവിയിൽ വെള്ളാപ്പള്ളിയുടെ സംഭാവന പരിശോധിക്കുമോ എന്ന ചോദ്യത്തിന് പരിശോധിക്കുമെന്ന് മറുപടി നൽകി. അപ്പോൾ ആ ഒരു കേസിൽ ഒഴികെ
മറ്റൊന്നും ഒരു പ്രശ്നമായി എം വി ഗോവിന്ദൻ കാണുന്നില്ല എന്നതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു കാര്യം കൂടി എം വി ഗോവിന്ദൻ പറയുന്നു, പിണറായി സർക്കാർ മൂന്നാമതും വരുമെന്ന് ഉറപ്പാണ് എന്ന്. ഇല്ലില്ല, ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല, എല്ലാവർക്കും അറിയില്ല. പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞ പന്തളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടതുപക്ഷമാണ് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. വെള്ളാപ്പള്ളിയുടെ സംഭാവന നോക്കാം, അതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഉറപ്പല്ലേ മൂന്നാം വട്ടം എന്നുള്ളത്? ഒരു തിരിച്ചടിയില്ല. അതാ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് അതാണ്. അത് വിചാരിച്ച് നിൽക്കണ്ട. മൂന്നാം വട്ടത്തിൽ ഇനി ഇവര് UDF വരാൻ പോവാണെന്ന് പറയാനാണല്ലോ നിങ്ങളെല്ലാം 80 സീറ്റ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോ 80 സീറ്റല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. എന്തായാലും ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ നോക്കൂ, പുറമേക്ക് ഈ രീതിയിലൊക്കെ വാദം ഉന്നയിക്കുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള നീക്കമാണ് ഉണ്ടാകേണ്ടത്. അതുണ്ടായില്ലെങ്കിൽ വലിയ തിരിച്ചടി തുടർന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചടിയായി എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്നതോ പറയുന്നതോ ആയിട്ടുള്ള നിലപാടുകൾ ഒരു തരത്തിലും പാർട്ടിയെ ബാധിക്കേണ്ടതല്ല. പക്ഷേ അതിന് വളം വെക്കുന്ന തരത്തിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കം ഉണ്ടായതാണ് പാർട്ടിയെ സംബന്ധിച്ച് തിരിച്ചടിയായിരിക്കുന്നത്. വർഗീയത അത് ഏത് വിധത്തിലുള്ളതായാലും എതിർക്കപ്പെടേണ്ടതാണ് എന്ന വാദം മറന്നുപോയതാണ് അവിടെ തിരിച്ചടിയായിട്ടുള്ളത്. എന്തായാലും കൃത്യമായ പഠനങ്ങളും തിരുത്തലുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞു നിർത്തുന്നത് പോലെ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ ഏതാണ്ട് 80 മണ്ഡലങ്ങളിൽ UDFന് ലീഡുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ 80 മണ്ഡലങ്ങൾ അത് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തുടർ ഭരണമുണ്ടാകില്ല. അപ്പോൾ ആ സാഹചര്യം സ്പെസിഫിക്കായി അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇത്ര വലിയ കൊട്ടിഘോഷിച്ച വിജയം എന്ന് പറയുമ്പോൾ 80 മണ്ഡലമല്ലേ ഉള്ളൂ എന്നതാണ് അദ്ദേഹം സ്പെസിഫിക്കായി അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ആ മാറ്റം എന്ന് പറയുന്നത്, ആ കണക്ക് എന്ന് പറയുന്നത് 80 എങ്കിൽ അത് ആശ്വസിക്കാം. പക്ഷേ ഈ കിട്ടുന്ന സമയം കൃത്യമായി തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനുള്ള ശ്രമം ഉണ്ടായാൽ മാത്രമാണ് ആ കുറവ് നികത്താൻ കഴിയുക. അപ്പോൾ അതിനുള്ള ശ്രമമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുമ്പോൾ ഉണ്ടാകേണ്ടത്. അത് ആത്മാർത്ഥവുമാകണം. ഇത് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ചർച്ചകളിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്ന് ഉള്ള പഠനം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങൾ നടത്തിയപ്പോൾ താഴെത്തട്ടിൽ നിന്ന് ഭരണവിരുദ്ധ വികാരമില്ല എന്ന റിപ്പോർട്ട് കിട്ടി എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പാർട്ടിയുടെ താഴെത്തട്ടിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ അത് സത്യസന്ധമായി മേൽത്തട്ടിലേക്ക് അറിയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ സത്യസന്ധമായ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പോലും സാധ്യതയില്ല എങ്കിൽ കൃത്യമായിരിക്കില്ല കണക്കുകളും പഠനങ്ങളും വിശകലനങ്ങളും എന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ സത്യസന്ധമാകട്ടെ വിശകലനങ്ങൾ, പുറമേക്ക് പറയുന്നതിൽ അല്ല എങ്കിൽ പോലും ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ സത്യസന്ധമാകട്ടെ എന്ന് നമുക്ക് കരുതാം. ഇനി UDF ക്യാമ്പിലേക്ക് പോയാൽ തെരഞ്ഞെടുപ്പ് വിജയം വലിയ ആത്മവിശ്വാസമാണ് UDFന് നൽകുന്നത്. മുന്നണി വിപുലീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഒപ്പം നിർത്താൻ പറ്റുന്നവരെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നണി വിപുലീകരിക്കുക എന്നതൊരു ലക്ഷ്യമാണ്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ കുറച്ചുകൂടി ഊർജിതമാക്കിയിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ UDFന്റെ അടിത്തറ ഒന്നുകൂടി വിപുലീകരിക്കുമെന്നും നിലവിലുള്ളതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. മുന്നണിയുടെ അടിത്തറ പലതരത്തിൽ പല രീതിയിലായിരിക്കും വിപുലീകരിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ ചിലപ്പോൾ LDFിലെ ഘടകകക്ഷികൾ ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്, NDAയിലെ ഘടകകക്ഷികൾ ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത പൊതുസമൂഹത്തിൽപ്പെട്ട പലരും ഉണ്ടാകാം എന്ന സൂചനകളൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത്. അതൊക്കെ ഇപ്പോഴേ പറഞ്ഞാൽ അതിന്റെ സസ്പെൻസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതിനാൽ കാത്തിരുന്ന് കാണൂ എന്നതാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞത്. അല്ല, ഞങ്ങൾ ആരെയും
പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് തീരുമാനം എടുക്കേണ്ട കോമ്പിറ്റന്റ് ആയിട്ടുള്ള ബോഡി ഏതാണ്? ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ KPCC ആണ് തീരുമാനിക്കുന്നത്. UDF ആളുകളെ കൊണ്ടുവരേണ്ടത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്, എല്ലാവരും കൂടി കൂടിയാണ്. അതൊക്കെ അതിൻ്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട്, കൂടിയാലോചനകളുണ്ട്, കൂട്ടായ നേതൃത്വമുണ്ട്. ആ തീരുമാനമുണ്ട്. ഒരു കാര്യം എനിക്ക് ഇപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിനേക്കാൾ ശക്തമായ UDF ആകും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് കൂടുതൽ വലിയ നേട്ടമുണ്ടാക്കുക എന്നതാണ് UDFന്റെ നീക്കം എന്നത് നമുക്ക് നിസ്സംശയം പറയാം. നേരത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ PV അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ നടന്നതാണ്. PV അൻവർ മാക്സിമം ബാർഗെയിനിങ് നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരം ബാർഗെയിനിങ്ങിന്റെ മുമ്പിൽ തല കുനിക്കേണ്ട എന്ന ഒരു നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ എടുക്കുന്നു. വളരെ ശക്തമായ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നിലമ്പൂർ വിജയം ആ നിലപാടിന്റെ കൂടി വിജയമായൊക്കെ നമ്മൾ കണക്കാക്കിയതാണ്. അപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ പുനർവിചിന്തനം ഉണ്ടാകുമോ? ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടന്നതാണ്. പക്ഷേ സാധ്യമായിരുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ച് തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇനി എങ്ങനെ അക്കോമഡേഷൻ സാധ്യമാകും എന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലുമുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ തേടുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നതാണ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പൊളിറ്റിക്കൽ വോട്ടുകളും UDFന് ലഭിച്ചു എന്നത് PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ കാർഡ് ഇറക്കി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ കാർഡാക്കി അത് മാറ്റി. ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാകും നല്ലതെന്നും PK കുഞ്ഞാലിക്കുട്ടി മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ UDFന്റെ ഈ നേട്ടത്തിൽ ഘടകകക്ഷികൾക്കെല്ലാം വലിയ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നു എന്നത് കൂടിയാണ് നമ്മൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് കൂടി മനസ്സിലാക്കേണ്ടത്. ഇത്ര വിവരാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടതു മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDFക്ക് വരുമെന്നാണ് പ്രതീക്ഷ. ആശയപരമായി യോജിക്കുന്നവരൊക്കെ വരണം തന്നെ ഞങ്ങൾ. അപ്പോൾ മുന്നണി വിപുലീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെ വലിയ പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് വെച്ച് പുലർത്തുന്നുണ്ട്. ഈ വർഗീയ കാർഡ് ഇളക്കിയതിനെ കുറിച്ചൊക്കെയുള്ള അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിയതൊക്കെ തങ്ങൾക്ക് അനുകൂലമായി എന്ന് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമ്പോൾ തന്നെ ചില തർക്കങ്ങൾ കൂടി UDFൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഉടലെടുക്കുന്നത് നമുക്ക് കാണാം. അത് ഈ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കോൺഗ്രസിന് പിന്നാലെ മുന്നണി വിപുലീകരണം എന്ന ആവശ്യവുമായി ലീഗ് കൂടി രംഗത്ത് വരുമ്പോൾ ജോസ് കെ മാണിയെ മുന്നണിയിൽ എടുക്കുന്നതിനെ തുറന്നെതിർക്കുന്നത് ജോസഫ് ഗ്രൂപ്പാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ് ഉള്ളത്. അവരെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്, നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പിന്നീട് നടന്ന ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അപ്പോൾ ജോസഫ് ഗ്രൂപ്പ് അവരുടെ എല്ലാ വിധത്തിലുമുള്ള ശക്തി പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പ് അല്പം തുറന്നെതിർക്കുന്നു ആ സാഹചര്യത്തെ എന്നതുകൂടിയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് കേരള കോൺഗ്രസ് തിരിച്ചു വരണമെന്ന്, മുന്നണിയിലേക്ക് തിരിച്ചു വരണമെന്ന് അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ 10 വർഷത്തെ ഭരണത്തിനെതിരായ എതിർവികാരം എന്തായാലും സംസ്ഥാനത്തുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. അതിൽ UDFനെയാണ് ഒരു മാറ്റത്തിനു വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് വളരെ വ്യക്തവുമാണ്. അതിൽ അമിതാത്മവിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു തരത്തിലും UDFനെ സംബന്ധിച്ച് ഗുണം ചെയ്യുകയില്ല. തമ്മിൽ തല്ലിലേക്ക് കാര്യങ്ങൾ പോയാലും
ഗുണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല. മുന്നണി വിപുലീകരണം ആവശ്യമെന്ന് പറയുമ്പോൾ തന്നെ അത് ഉള്ള ഘടകകക്ഷികളിൽ അതൃപ്തി ഉണ്ടാക്കാനും അവിടെ മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഇടയാക്കുകയാണെങ്കിൽ അതും ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നൊരു സാഹചര്യം വരും. മറ്റൊന്ന്, നേതൃതലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയൊക്കെയുള്ള തർക്കങ്ങൾ UDF-നുള്ളിൽ ഉണ്ട് എന്നതാണ്. പക്ഷേ ആ സാഹചര്യങ്ങളും സാധ്യതകളും പാടെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല, അതിനൊക്കെ കൃത്യമായ വ്യവസ്ഥകളുണ്ട് എന്ന സന്ദേശം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ അത്തരം നീക്കങ്ങൾ ഉണ്ട് എന്നത് വളരെ വ്യക്തവുമാണ്. എന്തായാലും കിട്ടിയ അവസരം പാഴാക്കാതെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ UDF-നെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വരുന്ന സൂചനകൾ പലതരത്തിലുള്ള തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ്. പക്ഷേ അത് ഒഴിവാക്കി പോയാൽ മാത്രമേ അവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അനുകൂല സാഹചര്യം മുതലാക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ MV ഗോവിന്ദൻ തന്നെ സൂചിപ്പിച്ചതുപോലെ 80 എന്ന് പറയുന്നത് വലിയൊരു ഫിഗർ അല്ല. അപ്പോൾ നമുക്ക് ഇനി ഒരു ഇടവേള ആവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് അടുത്ത ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിലുണ്ടായ വെടിവയ്പ്പിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ആക്രമണം നടത്തിയത് 50-കാരനായ അച്ഛനും 24-കാരനായ മകനുമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹനൂക്ക ആഘോഷത്തിനിടെ നടന്ന ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെടുകയും 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അക്രമികളിൽ ഒരാൾ മരിച്ചു, മറ്റൊരാൾ ചികിത്സയിലാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയയുടെ പതാക അക്രമികളുടെ കാറിൽ നിന്ന് കണ്ടെടുത്തതിനാൽ ആക്രമണത്തിന് പിന്നിൽ ഐസിസ് ആണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് വിശദമായി എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങളെന്ന് നോക്കിയാൽ, ലോകത്തെ നടുക്കിയ ആക്രമണമാണ് ബോണ്ടി ബീച്ചിൽ സംഭവിച്ചത്. പാകിസ്ഥാൻ വംശജരായ അച്ഛനും മകനുമാണ് ഇതിന് പിന്നിൽ എന്നതാണ് ഓസ്ട്രേലിയൻ അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സജാദ് അക്രം, 40 വയസ്സുള്ള സജാദ് അക്രം, ഒപ്പം തന്നെ മകൻ നവീദ്, 24 വയസ്സ്, ഇവരാണ് ആക്രമണം നടത്തിയത്. ഓസ്ട്രേലിയൻ നിയമനിർവഹണ ഏജൻസികൾ സാജിദിനെ കൊലപ്പെടുത്തിയെങ്കിലും നവീദിനെ പരിക്കുകളോടെ പിടികൂടിയിട്ടുണ്ട്. ഇയാൾ ചികിത്സയിൽ തുടരുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരാളുടെ സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. മറ്റാരും ഉൾപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ നിഗമനങ്ങളുണ്ട് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊല്ലപ്പെട്ട അക്രമി സജാദ് അക്രം ലൈസൻസുള്ള തോക്കുകളുടെ ഉടമയാണെന്നും അദ്ദേഹത്തിന്റെ പേരിൽ 6 തോക്കുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതും അന്വേഷണ സംഘം കണ്ടെത്തി. ബോണ്ടി ബീച്ചിലെ ആക്രമണത്തിന് 6 തോക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തീവ്രവാദ ആക്രമണം എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബോണ്ടി കടൽ തീരത്ത് ജൂത വിഭാഗത്തിന്റെ ഹനൂക്ക ആഘോഷത്തിനിടെയാണ് ഈ വെടിവയ്പുണ്ടായത്. സംഭവം തീവ്രവാദ ആക്രമണമാണെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സംഭവത്തെ രാജ്യത്തിനെതിരായ ഗുരുതര ഭീകരാക്രമണം എന്നതാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആന്റണി ആൽബനീസ് രാജ്യത്തിനെതിരായ ഗുരുതരമായ ഭീകരാക്രമണം എന്നതാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരാക്രമണം എന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേനകൾ വ്യാപകമായി നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ബോണ്ടി ബീച്ചും പരിസരവും പൂർണ്ണമായും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ജനങ്ങളോട് പ്രദേശത്ത് നിന്ന് ഒഴിവാകാൻ അധികൃതർ നിർദ്ദേശം നൽകി. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സംഭവസ്ഥലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാനാണ് ജനങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. രാജ്യത്ത് കർശനമായ ദേശീയ തോക്ക് നിയമങ്ങൾക്കുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രി കൊണ്ടുവരുന്നു. നിർദ്ദിഷ്ട നിയന്ത്രണങ്ങൾ, ലൈസൻസുള്ള ഉടമയ്ക്ക് നേടാനാകാവുന്ന തോക്കുകളുടെ എണ്ണം പരിമിതപ്പെടുത്തും എന്നതാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ആൽബനീസ് അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. ഇപ്പോൾ 6 തോക്ക് ഒരാൾ സ്വന്തമാക്കുന്ന സാഹചര്യം ഇനി ഉണ്ടാകാത്ത തരത്തിൽ ആ തോക്ക് നിയമം മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ആന്റണി ആൽബനീസിനെതിരെ നെതന്യാഹു രംഗത്തെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ആന്റണി ആൽബനീസിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന കാര്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ ഓസ്ട്രേലിയ പിന്തുണയ്ക്കുന്നതാണ് ജൂതർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് കാരണം എന്നതാണ് നെതന്യാഹുവിന്റെ ആരോപണം. ഈ നിലപാട് ഓസ്ട്രേലിയയിലെ ജൂതവിരുദ്ധത വർദ്ധിപ്പിക്കുമെന്ന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി നെതന്യാഹു പറയുന്നുണ്ട്. ഓഗസ്റ്റിൽ അയച്ച കത്തിൽ പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള ആൽബനീസിന്റെ ആവശ്യം യഹൂദ വിരുദ്ധതയുടെ തീ ആളിക്കത്തിക്കുന്നു എന്ന്
താൻ എഴുതിയിരുന്നതായി നെതന്യാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഈ നിലപാട് ഹമാസ് ഭീകരർക്ക് സമ്മാനം നൽകലാണെന്നും ഇത് ആ രീതിയിൽ കുറ്റപ്പെടുത്തേണ്ടതാണ് എന്നും താൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്ന കാര്യമാണ് ഈ അവസരത്തിൽ ഈ ഭീകരാക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ നെതന്യാഹു ആൽബനീസിനെ ഓർമ്മിപ്പിക്കുന്നത്. A letter in which I gave him warning that the Australian government's policy was promoting and encouraging anti-Semitism in Australia. I wrote, "Your call for a Palestinian state pours fuel on the anti-Semitic fire. It rewards Hamas terrorism. It emboldens those who menace Australian Jews and encourages the Jew hatred now stalking your streets." ജൂതരെയാണ് ഈ അക്രമികൾ ലക്ഷ്യമിട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നെതന്യാഹുവിന്റെ പരാമർശങ്ങൾക്ക് ആന്റണി ആൽബനീസ് മറുപടി നൽകുന്നത് ഇപ്പോൾ നടന്നത് ഓസ്ട്രേലിയക്കെതിരായ ആക്രമണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. രാജ്യത്തിനെതിരായ ആക്രമണമായി ഇതിനെ കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ജൂയിഷ് ഓസ്ട്രേലിയൻസിനൊപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് അദ്ദേഹം പറയുന്നു. വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവരെക്കാൾ ശക്തമാണ് ഓസ്ട്രേലിയ എന്ന രാഷ്ട്രം എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതിനെ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടും എന്ന് അദ്ദേഹം പറയുന്നു. വെറുപ്പിനും ഭീകരാക്രമണത്തിനുമെതിരെ ഒന്നിച്ച് പോരാടും എന്നും ആൽബനീസ് വ്യക്തമാക്കുന്നു. 8 ദിവസത്തെ ജൂയിഷ് ആഘോഷമാണ് ഈ ഹനൂക്ക എന്ന് പറയുന്നത്. ഈ വർഷം അത് ഡിസംബർ 14 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലായാണ് ആഘോഷം നടക്കുക. ലൈറ്റുകളുടെ ആഘോഷം എന്നും ആ ആഘോഷത്തെ പറയാറുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ഭരണാധികാരികളുടെ മേൽ ജൂതന്മാർ നേടിയ വിജയത്തെയും ജെറുസലേമിലെ വിശുദ്ധ ക്ഷേത്രം തിരിച്ചുപിടിച്ചതിന്റെയും സ്മരണയ്ക്കായാണ് ഈ ഹനൂക്ക എന്ന ആഘോഷം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദിവസം തന്നെ ആഘോഷത്തിന് തെരഞ്ഞെടുത്തത് ജൂതരെ ലക്ഷ്യമിട്ട് ആണ് എന്നത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഏതാണ്ട് 1,16,967 ഓസ്ട്രേലിയയിലെ ജൂതരുടെ പോപ്പുലേഷൻ. ആകെ ജനസംഖ്യയുടെ 0.46% മാത്രം. അപ്പോൾ ജൂതരെ ലക്ഷ്യമിട്ട് നേരത്തെയും ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു രാജ്യത്ത്. ഗാസയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ ആക്രമണങ്ങളുടെ സമയത്ത് ചെറുതും വലുതുമായ ഇത്തരം സംഭവങ്ങൾ ഓസ്ട്രേലിയയിൽ അരങ്ങേറിയിട്ടുണ്ട്. ഇത് രാജ്യത്തെ വിഭജിക്കാനും രാജ്യത്തെ അസ്ഥിരമാക്കാനുമുള്ള ഭീകരരുടെ ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കിയതാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഒറ്റക്കെട്ടായി അതിനെതിരെ അണിനിരക്കാനുള്ള നീക്കമാണ് രാഷ്ട്രം ഇപ്പോൾ നൽകുന്നത്. ആ സന്ദേശം നൽകിക്കൊണ്ടാണ് ആൽബനീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഭീകരതയ്ക്കെതിരെയാണ് എല്ലാ രാഷ്ട്രങ്ങളും നിലപാടെടുക്കുന്നത്. ഇന്ത്യ അത്തരം നിലപാടുകൾ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഭീകരതയ്ക്ക് ഒറ്റ മുഖമേ ഉള്ളൂ, അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ രീതിയിൽ അതിനെ കാണാനാണ് ഓസ്ട്രേലിയൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. രണ്ട് ദിവസം 3 നഗരങ്ങളിലെ പര്യടനം. എന്തായാലും ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യൻ ആരാധകരുടെ ഹൃദയം കവരുകയാണ്. 3 നഗരങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി മെസ്സിയും സംഘവും രാജ്യ തലസ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. മെസ്സിയുടെ യാത്ര വലിയ രീതിയിൽ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അല്പം വലിയ രീതിയിൽ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ നിന്ന് നടക്കേണ്ടുന്ന കൂടിക്കാഴ്ച റദ്ദാക്കേണ്ടി വന്നു എന്ന ഒരു വിഷമകരമായ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കേണ്ടുന്ന പരിപാടിയും അല്പം വൈകുന്നു എന്ന വിവരമാണ് ഉള്ളത്. മെസ്സിയെ രാജ്യ തലസ്ഥാനം കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ കൂടിക്കാഴ്ച നടന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അല്പം വൈകി ഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മെസ്സിയും കൂട്ടരും എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും അവിടെ അവർ ആരാധകരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ലിയോ മെസ്സി, ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡീപോൾ എന്നിവരെ കാണാൻ 10,000-ങ്ങളാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തിയത്. നേരത്തെ മുതൽ തന്നെ അവിടെ വലിയ തിരക്ക് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ബംഗാളിലൊക്കെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയും ചിട്ടയായി ഈ ഷോ കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളുമൊക്കെ
ഡൽഹിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ നഗരങ്ങളിലെ ഗോട്ട് ടൂർ പൂർത്തിയാക്കിയാണ് മെസ്സിയും കൂട്ടരും ഇപ്പോൾ ന്യൂഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. രാവിലെ 9 മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. എന്നാൽ ഡൽഹിയിലെ വായുമലിനീകരണ പ്രശ്നങ്ങളാണ് വിമാനയാത്രയ്ക്ക് തിരിച്ചടിയായത്. ഫുട്ബോൾ ഇതിഹാസത്തിന്റെ പുറപ്പെടൽ അങ്ങനെ അനിശ്ചിതമായി വൈകി. കനത്ത പുകമഞ്ഞ് കാരണം തിങ്കളാഴ്ച ഡൽഹിയിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. അതായത് ഇന്ന് വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു പലയിടത്തും. ഇതോടെ 3 മണിക്കൂർ വൈകിയാണ് മെസ്സിയുടെ വിമാനം മുംബൈയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. യാത്ര വൈകിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കുകയായിരുന്നു. 21 മിനിറ്റ് കൂടിക്കാഴ്ച നടക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രോട്ടോകോളും തയ്യാറാക്കിയിരുന്നതാണ്. എന്നാൽ ജോർദാൻ, എത്യോപ്യ, ഒമാൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി പുറപ്പെടുന്നതിനാൽ കൂടിക്കാഴ്ച റദ്ദാക്കുകയായിരുന്നു. ഇന്നലെ നമ്മൾ ഇതിഹാസങ്ങളുടെ കൂടിക്കാഴ്ചയാണ് കണ്ടത്. മെസ്സിക്ക് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് മെസ്സിയും സംഘവും വാങ്കഡെ സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. 2 ഇതിഹാസങ്ങൾ ഒരുമിച്ച് കൂടുന്ന ചരിത്രത്തിന്റെ തന്നെ ഭാഗമായ കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ അവിടെ കണ്ടത്. സച്ചിൻ ടെണ്ടുൽക്കർ presenting the number 10 jersey to the number 10 of football. ഒരു ഇതിഹാസം മറ്റൊരു ഇതിഹാസത്തിന് തന്റെ ജേഴ്സി കൈമാറുന്നു, മറ്റൊരു ഇതിഹാസം പന്ത് കൈമാറുന്നു. അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായ ഇതിഹാസങ്ങളുടെ സംഗമമാണ് ഇന്നലെ വാങ്കഡെ കണ്ടത്. ഇപ്പോൾ അതിന്റെ ബാക്കിയാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഇപ്പോൾ